നമസ്കാരം, ട്രാവലേഴ്സിൻ്റെ സ്കെച്ചപ്പ് ട്യൂട്ടോറിയലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ട്യൂട്ടോറിയൽ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ഒരു CNC കട്ടിങ് ഒരു 3D മോഡലിൽ നമുക്ക് എങ്ങനെ ഒരു CNC കട്ടിങ് ചെയ്യാം എന്നുള്ള ഒരു ട്യൂട്ടോറിയലാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ട്യൂട്ടോറിയൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുള്ള കമൻസും ഒക്കെ കണ്ടപ്പോൾ വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും മനസ്സിലാവുന്നു എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം. എന്തായിരുന്നാലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ആദ്യം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കാണുക. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകത്തില്ല. ഞാൻ വ്യക്തമായിട്ടാണ് ഇത് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഫുള്ളായിട്ട് നമ്മുടെ ഈ ട്യൂട്ടോറിയൽ കാണുക. അപ്പോൾ കൂടുതൽ പറഞ്ഞ് സമയം കളയാതെ നമുക്ക് നേരെ കമ്പ്യൂട്ടറിനടുത്തേക്ക് പോകാം. ഈ കാണുന്ന പിക്ചറാണ് എനിക്ക് CNC കട്ടിംഗ് ആയിട്ട് സ്കെച്ചപ്പിലേക്ക് കൊണ്ടുപോകേണ്ടത്. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുന്നു. എന്നിട്ട് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് JPEG 2DXF കൺവെർട്ടർ എന്ന്. കൺവെർട്ടർ ഓൾറെഡി അതിൽ വന്നു കഴിഞ്ഞു. ഞാൻ കൺവെർട്ടർ എന്ന് കൊടുത്തു. കൺവെർട്ട് JPEG 2DXF ഓൺലൈൻ ആൻഡ് ഫ്രീ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഇതിലേക്ക് ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്യുമ്പം തന്നെ വേറൊരു പേജ് ഓപ്പൺ ആയി. കൺവെർട്ട് ചെയ്യോ, അങ്ങനെയാണ് എൻ്റെ ഹെഡിങ്. കൺവെർട്ട് ചെയ്യോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു? നമ്മൾ ആ ഫയൽ നമുക്ക് എന്താണോ കൺവെർട്ട് ചെയ്യേണ്ട ഫയൽ ഞാൻ അതിനെ ഇതിലേക്ക് കൊണ്ടുവരികയാണ്. എനിക്ക് ഈ ഫയലാണ് കൺവെർട്ട് ചെയ്യേണ്ടത്. ഞാൻ ഇതിനെ ഓപ്പൺ ചെയ്യും. ഇപ്പോൾ ഓൾറെഡി ആ ഫയൽ ഇതിലോട്ട് ആയിട്ടുണ്ട്. ഇനി ഏത് ഫോർമാറ്റിൽ വേണം നമുക്ക് കൺവെർട്ട് ചെയ്യേണ്ടത് ആ ഫോർമാറ്റ് നമുക്ക് ഇവിടെ കൊടുക്കാം. ഇപ്പോൾ ഓൾറെഡി കാറ്റ് ഫോർമാറ്റിൽ DXF ആണ്. അത് ഞാൻ ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നു? ഇതിനെ കൺവെർട്ട് ചെയ്യുന്നു. കൺവെർഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മുടെ ഫയൽ കൺവെർട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഡൗൺലോഡ് ചെയ്യണം. ഞാൻ ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അത് ലൊക്കേഷൻ ചോദിക്കും. ഞാൻ ഡെസ്ക്ടോപ്പിൽ തന്നെയാണ് ലൊക്കേഷൻ കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ഡെസ്ക്ടോപ്പിൽ അത് ഡൗൺലോഡ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ക്ലോസ് ചെയ്യാം. ഇനി ഞാൻ ഈ DXF ഫയലിനെ ഓപ്പൺ ചെയ്യുകയാണ്. ആ DXF ഫയൽ നമുക്കിവിടെ ഓട്ടോകാഡിൽ ഓപ്പൺ ആയിട്ടുണ്ട്. കണ്ടോ? ഓക്കെ, ഞാൻ ഇതിനെ ക്ലോസ് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ സ്കെച്ചപ്പ് ഓൺ ചെയ്യുകയാണ്. ഇനി എനിക്ക് സ്കെച്ചപ്പിലേക്ക് ആ ഫയൽ കൊണ്ടുവരണം. അപ്പോൾ എന്ത് ചെയ്യണം? ഫയലിൽ പോവുക. എന്നിട്ട് ഇമ്പോർട്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എവിടെയാണ് നമ്മുടെ ഫയൽ കിടക്കുന്നത് നോക്കുക. ഡെസ്ക്ടോപ്പിലാണ് ഇൻസ്റ്റാൾ ചെയ്ത് കണ്ടാൽ DXF ഉണ്ട്. ഞാൻ ക്ലിക്ക് ചെയ്തു, ഇമ്പോർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ചെയ്ത പിക്ചർ നമുക്ക് അതുപോലെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഇതിലൊരു ലൈൻ നമുക്ക് വരയ്ക്കാം. കാരണം നമുക്കിതിനെ ഇങ്ങനെ കട്ട് ചെയ്യാൻ സാധിക്കത്തില്ല. ആടാ, ഇപ്പോഴാണ് ഇത് ഫില്ലായി വന്നത്. ഫില്ലായാൽ മാത്രമേ നമുക്ക് ഇത് കട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇവിടെയൊക്കെ നോക്കുക, ഇവിടെയൊക്കെ ലൈനിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അതൊക്കെ വേണമെങ്കിൽ നമുക്ക് കറക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ കൊടുത്ത് അത് കറക്റ്റ് ചെയ്യാം. കണ്ടോ? ഓക്കെ, പക്ഷേ ഇവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. നമ്മുടെ ഈ ലൈനിൻ്റെ തിക്നെസ് കണ്ടോ? ഇവിടെ കറക്റ്റ് ചെയ്തപ്പോൾ ഞാനിങ്ങനെ കറക്റ്റ് ചെയ്തപ്പോൾ ഈ ലൈനിൻ്റെ തിക്നെസ് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് കുറഞ്ഞിട്ടില്ല. കാര്യം എന്താണെന്നറിയാമോ? ഞാനിവിടെ ക്ലിക്ക് ചെയ്യാണ്. ഇതിനകത്ത് ക്ലിക്ക് ചെയ്യാണ്. ഈ ലൈനിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ ഫുള്ളായിട്ട് സെലക്ട് ആവുന്നു. പക്ഷേ ഇവിടെ അങ്ങനെ അല്ല. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത ഭാഗം മാത്രം, അതായത് നമ്മൾ സെലക്ട് ചെയ്ത ഇതിനകം സെലക്ട് ആയിട്ടില്ല, വെളി സൈഡ് മാത്രമേ സെലക്ട് ആയിട്ടുള്ളൂ. കാരണം എന്താണ്? ഈ ലൈനുകളൊന്നും നമ്മൾ കൊടുത്ത ഫില്ലിങ്ങിലോട്ട് അറ്റാച്ച് ആയിട്ടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പലരും എന്നോട് ഇങ്ങനെ ടെലിഗ്രാമിലൊക്കെ ചോദിച്ചിട്ടുണ്ട്, വരച്ചിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞു. നമ്മൾ പഴയ ട്യൂട്ടോറിയലെ കണ്ടിട്ട് ആ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതാണ്. കാരണം ഇനിയിപ്പോൾ നോക്കിക്കോളൂ, ഈ ലൈൻ എനിക്കിത് കറക്റ്റ് ചെയ്യണം. ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു L എന്ന് കമൻറ്റ് കൊടുത്ത് ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരു പോയിന്റ്, പക്ഷേ പോയിന്റ് മാറരുത്, ഞാൻ വരയ്ക്കുന്നു. കണ്ടോ? അത് നമ്മൾ കൊടുത്ത ഫില്ലിങ്ങിലേക്ക് അറ്റാച്ച് ആയിട്ടുണ്ട്. അതുപോലെ ഇവിടെയും നമുക്ക് അതുപോലെ കൊടുക്കാം. കണ്ടോ? അത് അറ്റാച്ച് ആയിട്ടുണ്ട്. കണ്ടോ? ഇങ്ങനെ നമുക്ക് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് ഇതിനെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതായത് ഞാൻ ഇതിപ്പം ഗ്രൂപ്പായിട്ട് കിടക്കുകയാണ്. ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഞാനിത് കൊടുത്ത് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ പൊക്കിയെടുക്കുകയോ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. CNC കട്ടിങ് അങ്ങനെ അല്ലല്ലോ. ഇതിനെ ഉയർത്തിയെടുക്കണമെങ്കിൽ നമുക്ക് ഇതുപോലെ പുഷ് ആൻഡ് പുൾ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഇതിനെ ഇങ്ങനെ ഉയർത്തിയെടുക്കാം. പക്ഷേ CNC കട്ടിങ് അങ്ങനെ അല്ല. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറഞ്ഞു, ഞാൻ തിരിച്ച് ബാക്കിലേക്ക് പോവുകയാണ്. ഓക്കെ, നമ്മൾ എങ്ങനെയാണോ കൊണ്ടുവന്നത് അതുപോലെ തന്നെ ആയിട്ടുണ്ട്. ഇനി ഞാൻ
അടുത്ത ഇനി ചെയ്യാൻ പോകുന്നത് ഞാനൊരു ചെറിയൊരു ഡോർ, എനിക്ക് ഈ ഡോറിലാണ് ഈ ഡിസൈൻ കൊടുക്കേണ്ടത്. ഞാൻ ആ ഡോർ ഇവിടെ വരയ്ക്കാൻ വേണ്ടി പോവുകയാണ്. പെൻസിൽ ടൂൾ എടുത്തു, എന്നിട്ട് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ അതിൻ്റെ വാല്യൂ കൊടുത്തു 0.75. ഓക്കെ, ഹൈറ്റ് എന്ന് പറയുന്നത് ഞാൻ 2 മീറ്റർ കൊടുത്തു. ഓക്കെ, എന്നിട്ട് വീതി പിന്നെ ഞാൻ 0.75 കൊടുത്തു, ക്ലിക്ക് ചെയ്തു. ഇനി ഞാൻ ഡോറിൻ്റെ തിക്നെസ് കൊടുക്കുകയാണ്. പുഷ് ആൻഡ് പുൾ ടൂൾ എടുത്ത് ഞാൻ 0.03 എന്ന് വാല്യൂ എടുത്തു. ഓക്കെ, എനിക്കിവിടെ ഡോർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ പാളിയിലേക്കാണ് എനിക്ക് ഈ CNC കട്ടിങ് കൊണ്ടുവേണ്ടത്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഈ ഡോറിൻ്റെ സൈസും ഈ നമ്മുടെ ഈ CNC കട്ടിങ്ങിൻ്റെ ഡിസൈനും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, ഞാനിത് ക്ലിക്ക് ചെയ്തു, സ്കെയിൽ ചെയ്ത് ഇതിനെ ചെറുതാക്കിയാണ്. ഓക്കെ, ഇനി ഞാൻ നേരെ മൂവ് കമാൻഡ് കൊടുത്ത് നേരെ ഇവിടെ കൊണ്ടുവയ്ക്കുന്നു. എനിക്കിതിനെ ഒന്ന് കറക്റ്റ് ഉയർത്തി നിർത്തണം. അതിന് ഞാൻ ഇവിടെ കൊണ്ടുവച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, റൊട്ടേഷൻ ടൂള് എടുക്കുകയാണ്. റൊട്ടേഷൻ ടൂൾ എടുത്തിട്ട് അതിനെ ഞാനൊന്ന് റൊട്ടേറ്റ് ചെയ്യും. ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തു, ഈ പോയിന്റിലും ക്ലിക്ക് ചെയ്ത് ഞാൻ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവച്ചു. അപ്പോൾ നമ്മുടെ ഡിസൈനും ഡോറും ഏകദേശം പാരലായിട്ട് നിൽപ്പുണ്ട്. ഞാൻ ഇതിനെ ഇനി മൂവ് ചെയ്യിച്ച്, നിങ്ങൾ ശ്രദ്ധിക്കുക, കൊണ്ടുവയ്ക്കുമ്പോൾ കണ്ടോ ഇതിൻ്റെ പോയിന്റുകളെല്ലാം കറക്റ്റ് ആയിരിക്കണം. കാരണം നമുക്ക് ഇതിൻ്റെ പുറത്തോട്ടാണ് ഇതിനെ കൊണ്ടുവന്ന് നമുക്ക് ഫിക്സ് ചെയ്യേണ്ടത്. അപ്പോഴത്തേക്ക് വ്യത്യാസം വരാതിരിക്കുകയാണ് ഞാൻ ഇതിനെ മൂവ് ചെയ്ത് കുറച്ചും കൂടെ ഒന്ന് സെൻറ്ററിലോട്ട് കൊണ്ടുവയ്ക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഡിസൈനാണ് എനിക്ക് ഡോറിൽ വരേണ്ടത്. കുറച്ചും കൂടെ ഒന്ന് ഹൈറ്റ് എനിക്ക് ഇതിൽ ആവശ്യമുണ്ട്. അതിന് ഞാൻ സ്കെയിൽ എന്ന് കമൻറ്റ് കൊടുത്തിട്ട് സ്കെയിൽ എടുത്തിട്ട് ഞാൻ കുറച്ചും കൂടെ അതിനൊന്ന് ഹൈറ്റ് കൂട്ടി ഇവിടെ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡോറിൽ ആ ഡിസൈൻ ഓൾറെഡി വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് രണ്ട് ലെയറായിട്ട് കിടക്കുകയാണ്. ഇനി അടുത്ത ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിനെ എക്സ്പ്ലോഡ് ചെയ്യാൻ പോവുകയാണ്. എക്സ്പ്ലോഡ് ചെയ്യുന്നു. എക്സ്പ്ലോഡ് ചെയ്താൽ മാത്രമേ ഈ നമ്മുടെ ആ ഡിസൈൻ ഈ ഡോറിൻ്റെ ഇതുമായിട്ട് മെർജ് ആവുകയുള്ളൂ. ആണ് ഞാൻ അതിനെ എക്സ്പ്ലോഡ് ചെയ്തു. എന്നിട്ട് ഇവിടെ ശ്രദ്ധിക്കുക, കണ്ടോ ഇതിപ്പോൾ എന്നിട്ടും രണ്ടായിട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് ഈ ലൈനിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ അതിനെ നമുക്ക് എറേസ് ചെയ്യാം. ഞാൻ ഈ ലൈനെല്ലാം എറേസ് ചെയ്തു. ഓക്കെ, ഇതെല്ലാം നമുക്ക് എറേസ് ചെയ്യാം. നമുക്ക് വേണ്ടത് ഈ ഡിസൈൻ മാത്രമാണ് ഇതിൽ വേണ്ടത്. അതുകൊണ്ട് നമുക്ക് ഈ ലൈനുകളെല്ലാം നമുക്ക് എറേസ് ചെയ്ത് തരാം. ഇതെല്ലാം എറേസ് ചെയ്ത് ഇനി ഞാൻ പുഷ് ആൻഡ് പുൾ ടൂൾ എടുത്ത് ഒന്ന് ക്ലിക്ക് ചെയ്യാണ്. ഇല്ല, കണ്ടോ സെലക്ഷൻ കറക്റ്റ് ആയിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യണം, അതായത് നമുക്ക് ഇവിടെയൊക്കെ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അതൊക്കെ നമുക്കൊന്ന് വേണമെങ്കിൽ കറക്റ്റ് ചെയ്യാം. കാരണം ഇവിടെയൊക്കെ ഇങ്ങനെ കറക്റ്റ് റൗണ്ട് ഷേപ്പ് അല്ല. അപ്പോൾ ആർച്ച് എന്നുള്ള ഇതെടുത്തിട്ട് നമുക്ക് ഇത് വേണമെങ്കിൽ നമുക്കിതാ ഇതുപോലെ ആക്കിയെടുക്കാം. ഓൾറെഡി കണ്ടോ, അങ്ങനെ ആക്കിയെടുത്തപ്പോൾ കണ്ടോ ഇത് അതുമായിട്ട് മെർജായി. വേണമെങ്കിൽ നമുക്ക് സെലക്ഷൻ ടൂൾ എടുത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം. കണ്ടോ ഇതുമായിട്ട് മെർജായിട്ടുണ്ട്. നമ്മൾ ആ ഡോറുമായിട്ട് ഇത് മെർജായിട്ടുണ്ട്. പക്ഷേ ഇവിടെ വ്യത്യാസമുണ്ട്. ഇവിടെ നമുക്ക് ആർച്ച് ടൂൾ എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിനെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി വേണ്ടാത്ത ലൈൻ നമുക്ക് മായ്ക്കാം. കണ്ടോ ഇവിടെ ചെറിയ എന്തോ ഒരു അപാകത ഉണ്ടായി. അതാണ് ലൈൻ അങ്ങനെ വന്നത്. നമുക്കതിനെ ഒന്ന് മായ്ക്കാം. ഓക്കെ, ഇവിടെ ചെറിയ പ്രശ്നമുണ്ട്. കണ്ടോ, ഇനി എന്ത് ചെയ്യണം, ഈ ലൈനിനെ ഒന്ന് ജസ്റ്റ് വേറൊരു ലൈനുമായിട്ടൊന്ന് ക്ലിക്ക് ചെയ്യണം. നമ്മളങ്ങനെ കട്ട് ചെയ്തപ്പോൾ ഇവിടെ എന്തോ ഒരു എറർ ഉണ്ടായി. അങ്ങനെ എറർ ഉണ്ടെങ്കിൽ നമ്മൾ നേരെ ബാക്കിലോട്ട് പോവുക. ബാക്കിലേക്ക് പോയിട്ട് നേരത്തെ എങ്ങനെയാണോ ഇരുന്നത് അതുപോലെ രീതിയിൽ കൊണ്ടുവന്നതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഒന്നും കൂടെ ഒന്ന് വരയ്ക്കുകയാണ്. ആർച്ച് എന്നുള്ള ടൂൾ എടുത്ത് ഞാൻ ക്ലിക്ക് ചെയ്തു. ഓക്കെ, അത് കറക്റ്റ് റേഡിയസിലല്ല, റേഡിയസ് തെറ്റാണ് വന്നത്. ഓക്കെ, ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഇത് കറക്റ്റായി. കണ്ടോ ഇത് അതിലോട്ട് മെർജ് ആയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക, ഈ ലൈനിൻ്റെ തിക്നെസ് കണ്ടോ, ഈ തിക്നെസ്സും ഇവിടുത്തെ തിക്നെസ്സും തമ്മിൽ രണ്ട് ഇതിൽ നിൽക്കുക. കാരണം ഇത് വേറൊരു ലെയറായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ആ ലൈനിൻ്റെ തിക്നെസ് കൂടിയതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഇതുമായിട്ട് മെർജ് ആയിട്ടില്ല എന്ന് മനസ്സിലാക്കണം. ഇതിപ്പം ഓൾറെഡി ഇതുമായിട്ട് മെർജ് ആയിട്ടുണ്ട്. അടുത്ത് എന്ത് ചെയ്യുന്നു, ഞാൻ എന്താ ഇവിടെ അതുപോലെ കൊടുക്കുകയാണ്. ആർച്ച് എടുത്ത് ഞാൻ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇവിടെ ക്ലിക്ക് ചെയ്ത് പോരാ, ഇവിടെ ക്ലിക്ക് ചെയ്തു. ഞാൻ നേരെ ഇവിടെ കൊണ്ടുവന്ന് ഒന്ന് ക്ലിക്ക് ചെയ്ത് വയ്ക്കുന്നു. ഓക്കെ, എറേസ് ചെയ്തു. എന്നിട്ടും അത് ശരിയായിട്ടില്ല. കണ്ടോ അത് കറക്റ്റായിട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് ഇപ്പോഴത്തെ കൊണ്ടൊന്ന് ചെയ്ത് നോക്കട്ടെ, കറക്റ്റാകുമോ നോക്കാം. ഓക്കെ, ഇപ്പോൾ അത് കറക്റ്റായി. കണ്ടോ, ഇനി എന്ത് ചെയ്യണം, ഇനി ഇതിൽ സിമ്പിളാണ്. ഞാൻ പുഷ് ആൻഡ് പുൾ ടൂൾ എടുക്കുന്നു. ഇതിൽ ക്ലിക്ക് ചെയ്യുന്നു, അകത്തേക്ക് കൊണ്ടുപോകുന്നു, കട്ട് ചെയ്യുന്നു.
അത് എന്നിട്ട് ഇത് നമുക്ക് ഒരെണ്ണം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി കട്ട് ചെയ്യാൻ എളുപ്പമാണ്. നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, ഇവിടെ ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണ്. ഓക്കെ, കണ്ടോ, നമ്മുടെ CNC കട്ടിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് സ്വന്തം ഡിസൈൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോഷോപ്പിലോ കോറൽ ഡ്രോയിലോ ഒക്കെ ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് ഗൂഗിളിൽ കയറി കഴിഞ്ഞാൽ അത് JPEG ഫയലിനെ DXF ഫയലാക്കി മാറ്റുന്ന കുറേ ഓൺലൈനായിട്ട് മാറ്റുന്ന കുറേ സൈറ്റുകളുണ്ട്. ഞാനിപ്പോൾ കാണിച്ചത് അതിൽ ഒരെണ്ണം മാത്രം. നമ്മൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ ആദ്യം വരുന്ന ഒരെണ്ണം മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ. കുറേ സൈറ്റുകളുണ്ട്. ആ സൈറ്റിലേക്ക് കയറി നമുക്ക് ഇതുപോലെ കൺവേർട്ട് ചെയ്ത് കൊണ്ടുവന്ന് നമുക്ക് ഇവിടെ വന്ന് നമുക്ക് CNC നമുക്ക് കട്ട് ചെയ്യാവുന്നതാണ്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമുക്ക് വേണ്ട ഭാഗം വൈറ്റ് കളർ ആയിരിക്കണം, വേണ്ടാത്ത ഭാഗം ബ്ലാക്കും ആയിരിക്കണം. എന്നാലേ അവർക്ക് അത് കൺവേർട്ട് ചെയ്ത് തരാൻ ഈസി ആവുള്ളൂ. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ എനിക്കിപ്പം ഞാൻ വൈറ്റ് ഇത് കൊടുക്കും. ഇതിൽ നമ്മൾ എനിക്ക് വേണമെങ്കിൽ ഇതിൽ നമുക്ക് ടെക്സ്ചർ അപ്ലൈ ചെയ്യാം. ഞാനിപ്പോൾ വുഡിൻ്റെ ടെക്സ്ചർ എടുക്കുന്നു. ഇതിൽ പെയിൻറ്റ് ഒക്കെ എടുത്ത് ഞാനിത് ഇതിൽ അപ്ലൈ ചെയ്തു. ഓക്കെ, ഞാൻ ഫുൾ സെലക്ട് ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ കണ്ടില്ലേ, ഈ അകത്ത ഭാഗങ്ങളിലൊന്നും ആ കളർ വരത്തില്ല. ഫുൾ സെലക്ട് ചെയ്തു, ഞാൻ ബക്കറ്റുകൾ എടുത്ത് ഒന്നും കൂടെ ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ടോ. ഇപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ആ CNC കട്ടിങ് നമ്മൾ ആ ഡോറിൽ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾ നോക്കുക, ഇപ്പോൾ എനിക്കിപ്പോൾ ഈ ഡോർ ഇതിപ്പം കറക്റ്റല്ല, എല്ലാം ചെയ്ത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അയ്യോ ഇത് ഒരു സൈഡിലോട്ട് നീക്കിയാൽ മതി ആയിരുന്നു, ഇത് സെൻറ്ററായി പോയി എന്നൊരു ക്ലയൻറ്റ് പറയുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ഒന്നും ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇതിനെ മാത്രമായിട്ട് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ജസ്റ്റ് എല്ലാ സൈഡും നിങ്ങളൊന്ന് നോക്കുക. കാരണം അത് മാത്രമായിട്ടാണോ സെലക്ട് ആയിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഇതിലെല്ലാം ആയിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ സെലക്ട് ആയിട്ടുള്ളൂ. ഞാൻ മൂവ് കമാൻഡ് കൊടുത്തു. ഇതിനെ പതുക്കെ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കണ്ടോ, നേരെ പാരലായിട്ട് ഞാൻ ഈ സൈഡിലോട്ട് മാറ്റുകയാണ്. കണ്ടോ, ഇനി പ്രത്യേകിച്ച് നമ്മൾ ഒന്നിൽ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല, ഇതായിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനെ അങ്ങ് ഗ്രൂപ്പ് ചെയ്യുന്നു. ഇനി അടുത്ത ഡോറ് എനിക്ക് ഇപ്പുറത്ത് വേണം. 2 ഡോറാണ് എനിക്ക് വേണ്ടത്. ഞാൻ മൂവ് കമാൻഡ് കൊണ്ട് കൺട്രോൾ പ്രസ് ചെയ്ത് അതിൻ്റെ കോപ്പി എടുത്ത് ഞാൻ ഇവിടെ വയ്ക്കുകയാണ്. എന്നിട്ട് ഞാൻ ചെറിയ ഒരു ഗ്യാപ്പിന് വേണ്ടി 0.005 എന്ന് കൊടുത്തു. ആണോ, ഇനി എന്ത് ചെയ്യണം? എനിക്ക് ഈ ഡിസൈൻ ഓൾറെഡി എനിക്കിത് ഈ അറ്റത്തേക്ക് വരണം. ഞാനിത് ഡബിൾ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ ഇത് മാത്രമായിട്ടൊന്ന് സെലക്ട് ചെയ്യുകയാണ്. അങ്ങനെ സെലക്ട് ചെയ്താൽ പോരാ, ബാക്ക് സൈഡ് നമ്മളൊന്ന് ശ്രദ്ധിക്കണം, എല്ലാ ലൈനും സെലക്ട് ആയിട്ടുണ്ട്. ഇനി ഞാനതിനെ മൂവ് കമാൻഡ് കൊടുത്ത് ജസ്റ്റ് ഇങ്ങോട്ട് നീക്കി വയ്ക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ ഇപ്പോൾ ഞാൻ ഇത് ഇങ്ങോട്ട് നീക്കിയപ്പോൾ ഈ ഡിസൈൻ രണ്ടായിപ്പോയി. കണ്ടില്ലേ, ഡിസൈൻ ഒന്ന് എൻ്റെ ഇത് ഇങ്ങോട്ടും വന്നാലേ അത് ഏകദേശം ഒന്നുപോലെ ആവുള്ളൂ. ഇത് പക്ഷേ രണ്ടും ഒരു സൈഡിലോട്ടാണ് അതിൻ്റെ ആ ഒരു ആ ഡിസൈൻ ഇരിക്കുന്നത്, രണ്ടും ഒരു സൈഡിലോട്ട്. അപ്പോൾ അതിനെ മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യണം? ഞാൻ ഈ ഡോറിനെ മാത്രം ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഞാൻ സ്കെയിൽ ടൂൾ എടുക്കുന്നു. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ നോക്കി ക്ലിക്ക് ചെയ്യുന്നു. കണ്ട സെൻറ്റർ ഉണ്ടോ, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഇതിന് ഇങ്ങോട്ട് വലിക്കുകയാണ്. പതുക്കെ വലിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്ക് കറക്റ്റ് അപ്പുറത്തെ സൈസിൽ എത്തുമ്പം തന്നെ അതവിടെ സ്റ്റോപ്പ് ആവും. ഇങ്ങോട്ട് വലിച്ചാൽ നീളം, പക്ഷേ കണ്ട അപ്പുറത്തെ നമ്മൾ എത്രയാണോ അതിൻ്റെ സൈസ് ആ സൈസ് എത്തുമ്പോൾ തന്നെ അത് സ്റ്റോപ്പായി. ഞാൻ ഇതിനെ ക്ലിക്ക് ചെയ്തു. ഇനി എന്ത് ചെയ്യുന്നു? ഇനി ഇതിനെ നേരെ മൂവ് ചെയ്ത് ഞാൻ ഇതിലോട്ട് കൊണ്ടുവയ്ക്കുന്നു. എന്നിട്ട് ഇതിൻ്റെ ഒരു ഗ്യാപ്പ് ഞാൻ വീണ്ടും കൊടുക്കണം. 0.005 കൊടുത്ത് ഒരു ഗ്യാപ്പ് ഞാൻ ഉണ്ടാക്കി. ഗ്യാപ്പ് കൊടുത്തു, കാരണം എന്നാലേ 2 ഷട്ടറായിട്ട് നമുക്ക് തോന്നുള്ളൂ. എന്നിട്ട് ഞാൻ ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഇതിനെ ഒന്നും കൂടെ ഞാൻ സെലക്ട് ചെയ്യുന്നു. ഞാൻ ബാക്കും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക, ബാക്ക് കറക്റ്റായിട്ടുണ്ടോ? കറക്റ്റായിട്ടുണ്ട്. ഇനി ഇതിനെ ഞാൻ മൂവ് ചെയ്ത് ഇതിലോട്ട് വയ്ക്കുകയാണ്. കണ്ടോ, ഇപ്പോൾ നമ്മുടെ ഡിസൈൻ ഏകദേശം ഒന്നുപോലെ ആയിട്ടുണ്ട്. കണ്ടോ, ഡോറിൻ്റെ ഡിസൈൻ കണ്ടോ, ഒന്നുപോലെ ആയിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ക്ലാസ്? എല്ലാവർക്കും എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഫീസ് തരാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ആ ഫീസ് തരിക. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്താലേ ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങളെ കയ്യിൽ എത്തുകയുള്ളൂ. എന്തായാലും ചാനൽ ഒന്നുകൂടെ പറയുകയാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് പ്രൊമോട്ട് ചെയ്യുക. എന്നാലേ നമുക്ക് മുന്നോട്ട് നല്ല നല്ല വീഡിയോകൾ ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് വരുള്ളൂ. എല്ലാം നിങ്ങളെ കയ്യിലാണ്. എന്തായാലും അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ഗുഡ് ബൈ.